ഇന്ന് ഒരു സമഗ്രമായ വിവർത്തനമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു സെൻറ്റൻസ് അതിനകത്തുള്ള എല്ലാ വ്യാകരണ വിശേഷങ്ങളും പറയുന്നുണ്ട്. പൂർവം അസ്മിൻ ദേശേ ബഹവഹ രാജാനഃ ആസൻ. ഈ സെൻറ്റൻസിൽ അസ്മിൻ വാക്യേ ക്രിയാപദം കിം. ഇത് ക്രിയ ഏതാണ്? ആസനാണ് അല്ലേ. ആസൻ എന്ന് പറയുമ്പം അസ് ധാതുവിൻ്റെയാണ്. അസ് ധാതോഹോ ലങ് ആണ്. ലങ് എന്തിനെ കാണിക്കുന്നു? പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. പരസ്മൈപതിയാണ്. പ്രഥമ പുരുഷ ബഹുവചനവുമാണ്. ഇത് ബഹുവചനമാണ്. അതിൻ്റെ ബാക്കി രൂപങ്ങൾ എങ്ങനെ വരും? ആസീദ്, ആസ്താം, ആസൻ. അപ്പോൾ ആസീദ്, ആസ്താം, ആസൻ. ഈ ആസനാണ് ഇവിടെ വന്നത്. എന്തോ പൂർവം. ഇതിൽ ആസൻ എന്ന് പറയുമ്പം കെ ആസൻ ആരുണ്ടായിരുന്നു? ബഹവഹ രാജാനഹ. രാജാനഹ എന്ന് പറയുമ്പോഴത്തേക്ക് രാജൻ ശബ്ദമാണ്. രാജൻ ശബ്ദത്തിൻ്റെ മറ്റു എന്തൊക്കെയാണ്? രാജ, രാജാനൗ, രാജാനഹ. അതിവിടെ കൊടുത്തിട്ടുണ്ട്. രാജൻ ശബ്ദ പുല്ലിംഗ, പ്രഥമ ബഹുവചനമാണ്. പ്രഥമ വിഭക്തിയാണ്, അതിൻ്റെ ബഹുവചനമാണ്. രാജ ഏകവചനം, ദ്വിവചനം രാജാനോ, ബഹുവചനം രാജാനഹ. രാജ, രാജാനോ, രാജാനഹ. രാജാക്കന്മാർ എന്നുള്ള അർത്ഥം. കതി രാജാ ബഹവഹ, ധാരാളം. ബഹവഹ രാജാനഹ ആസൻ. കുത്ര, എവിടെയാണ്? അസ്മിൻ ദേശേ. ദേശേ എന്ന് പറയുമ്പോഴത്തേക്ക് ദേശം എന്ന് പറയുന്നതിൻ്റെ സപ്തമിയാണ്. ദേശേ, 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 ദേശയോഹോ, ദേശേഷു. ബാക്കി രൂപങ്ങൾ സപ്തമി ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ദേശങ്ങളിൽ. അസ്മിൻ ദേശേ, ഈ ദേശങ്ങളിൽ. അസ്മിൻ എന്നുള്ളത് എന്തെന്നാണ്? അത് ഇതം ശബ്ദമാണ്. അസ്മിൻ എന്നുള്ളത് ഇതം ശബ്ദമാണ്. ഇത് എന്നുള്ളത് അർത്ഥം. അത് പുല്ലിംഗ ശബ്ദമാണ്. ബാക്കി രൂപങ്ങൾ എങ്ങനെ വരും? അസ്മിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പ്രഥമ എങ്ങനെ വരും? അയം, ഇമൗ, ഇമയാണ് പ്രഥമ വിഭക്തി. അയം, ഇമൗ, ഇമേ. ഇനി ബാക്കി അസ്മിൻ്റെ ബാക്കി രൂപങ്ങൾ, ഇത് സപ്തമി ഏകവചനമാണ്. അസ്മിൻ, അനയോഹോ, യേഷു. അസ്മിൻ എന്ന് പറയുന്നത് ഇതം ശബ്ദ പുല്ലിംഗ, സപ്തമി ഏകവചനം. ബാക്കി രൂപങ്ങൾ അസ്മിൻ, അനയോഹോ, യേഷു. അസ്മിൻ ഇതിൽ. അപ്പോൾ അസ്മിൻ ദേശ, ഈ ദേശത്തിൽ. അപ്പോൾ പൂർവം എന്ന് പറഞ്ഞാൽ എന്താ? പൂർവം യഥാർത്ഥത്തിൽ പൂർവ്വം എന്നൊരു വേറൊരു അർത്ഥമുണ്ട്. കിഴക്ക് എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ എന്താ? മുൻപ് അല്ലെങ്കിൽ പണ്ട് എന്നൊക്കെയുള്ള അർത്ഥം. പൂർവം അസ്മിൻ ദേശേ ബഹവഹ രാജാനഹ ആസൻ. പണ്ട് ഈ ദേശത്തിൽ ധാരാളം രാജാക്കന്മാർ ഉണ്ടായിരുന്നു. പാസ്റ്റ് ടെൻസ് മനസ്സിലായില്ല? പാസ്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ ലട്ട്, അതായത് പ്രസന്റ് ടെൻസ് എങ്ങനെ വരും? അസ്തിത്വ സന്ധി. മനസ്സിലായില്ലേ?